ഈ ഒരു മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചിട്ട് റെഫറൻസ് ഇതായിരുന്നു. മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചതാണെങ്കിലും ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പാൻറ് ചെയ്തിട്ടുള്ളത്. സറാറ പാൻറ്റാണ്. ഇതുപോലത്തെ ഒരു സറാറ സെറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പാൻറ്റിന് നമ്മൾ അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല ഫ്ലയറിലൊക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ദുപ്പട്ട വന്നിട്ട്. ദുപ്പട്ടയൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വന്നിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പ്രത്യേകം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ലേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സിന് വന്നിട്ട്. നല്ല ചുറ്റുമായിട്ട് നമ്മൾ ആ ലേസ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് ടോപ്പ്. നേരിട്ട് കാണുന്നതിന്റെ പകുതി ഭംഗി പോലും വീഡിയോയിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്രക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയാ, മെറ്റീരിയൽ ആയാലും ലേസ് വർക്ക് ആയാലും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് കസ്റ്റമറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് എനിക്ക് ഈ ഒരു മോഡൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് അവർ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ട് പറഞ്ഞ് ട്രൈ ചെയ്യേ ശരിയാവും എന്നൊക്കെ പറഞ്ഞ ആൾ തന്നെയാണ് എനിക്ക് എല്ലാ മോട്ടിവേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് വേണമെങ്കിൽ DM ചെയ്യാം.